ഓം ശ്രീനാരായണ പരമഗുരവേ നമ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, തീണ്ടലും അയിത്തവും ഒക്കെ എന്താണെന്ന് ഇന്നുള്ള ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. പണ്ടുകാലത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്ന ഒരുതരം ഭ്രാന്തമായ ആചാരമായിരുന്നു ഇതൊക്കെ. ഇത് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആചാരവുമാണ്. നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊരു പ്രയോഗം ഈ അടുത്ത കാലത്തായി മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ളതും എല്ലാവരും കേട്ടിട്ടുള്ളതുമാണ്. ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സകല ഹിന്ദുക്കളും എന്നാണെങ്കിലും നമ്പൂതിരി ജാതിയിൽ ഏറ്റവും ഉയർന്നവനും നായാടി ഏറ്റവും താഴ്ന്നവനും ആണെന്നുള്ള ഗണന ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ഒരർത്ഥം കൂടി ഇതിനുണ്ട്. ഇങ്ങനെയുള്ള ഭേദഭാവങ്ങളെ ദ്യോതിപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോകട്ടെ, ഇനി തീണ്ടൽ എന്താണെന്ന് പറയാം. അശുദ്ധിയാകും വണ്ണം ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ സമീപിക്കുന്നത്, അതായത് അടുത്തു പോകുന്നത് തീണ്ടൽ. അതാണ് തീണ്ടൽ. ജാതി വ്യവസ്ഥയിലുള്ള ഉയർച്ചത്താഴ്ചയനുസരിച്ചാണ് തീണ്ടലിനുള്ള അകലവും നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ബ്രാഹ്മണർക്ക് ശൂദ്രഗ്രഹങ്ങളിൽ സംബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് സവർണ വിഭാഗത്തിന് പരസ്പരം തീണ്ടലും അയിത്തവും ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. സവർണരും അവർണരും തമ്മിൽ തീണ്ടിക്കൂടാ. തീണ്ടിയാൽ സവർണന് അശുദ്ധിയും അവർണന് പാപവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. അവർണരിൽ പല ജാതികൾ ഉള്ളതിൽ ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും തമ്മിൽ തീണ്ടലുണ്ട്. ജാതിയുടെ താഴ്ചയനുസരിച്ച് തീണ്ടലിനുള്ള ദൂരവും കൂടും. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതികളെ തമ്പ്രാൻ അഥവാ തമ്പുരാൻ എന്നാണ് വിളിച്ചിരുന്നത്. മേൽജാതിക്കാർ വരുമ്പോൾ കീഴ്ജാതിക്കാർ വഴിയിൽ നിന്നും ദൂരെ മാറി നിൽക്കണം. ഒരു തമ്പ്രാൻ ചത്താൽ അത്രയും കുറച്ച് വഴി മാറിയാൽ മതിയല്ലോ എന്നൊരു ചൊല്ല് പ്രസിദ്ധമാണ്. നമ്പൂതിരിമാർ വഴിയെ പോകുമ്പോൾ ഹാ ഹാ എന്ന് ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ അതേ വഴി എതിരെ വരുന്ന അവർണൻ ഓവ എന്ന ഒച്ചയിൽ ശബ്ദിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് ഒരു വശത്തേക്ക് മാറി നിൽക്കും. തീണ്ടി അശുദ്ധമായാൽ കുളിച്ചതിന് ശേഷമേ ഗൃഹത്തിൽ പ്രവേശിക്കാവൂ. അയിത്തക്കാരൻ അഥവാ താഴ്ന്ന ജാതിക്കാരൻ തൊട്ട വസ്തുവെ തൊട്ടാലും അശുദ്ധിയുണ്ട്. പിന്നെ പരസ്പരം തൊട്ടാലുള്ള അശുദ്ധിയെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. എല്ലാ തീണ്ടലുകൊണ്ടും ഉണ്ടാകുന്ന അശുദ്ധി കുളിക്കുമ്പോഴേ ഇല്ലാതാകും എന്ന് ഒരു സമാധാനമുണ്ട്. നമ്പൂതിരിമാരുടെ ഇല്ലത്തിന് സമീപം ഒരു കുളം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു യാത്ര കഴിഞ്ഞു വരുന്ന നമ്പൂതിരി ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമേ ഇല്ലത്ത് പ്രവേശിക്കാറുള്ളൂ. താൻ പോയ വഴികളിലും തൊട്ട വസ്തുക്കളിലും അയിത്തക്കാരുടെ സ്പർശനം ഉണ്ടായിരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ മുങ്ങിക്കുളി. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും അവർണൻ സവർണനെ തീണ്ടിയാൽ അവനെ മർദ്ദിക്കാനുള്ള അവകാശവും സവർണർക്ക് ഉണ്ടായിരുന്നു. തീണ്ടിയാലും തൊട്ടാലും ഉള്ള അശുദ്ധി കുളിക്കുമ്പോൾ ഇല്ലാതാകുമല്ലോ. ഈഴവൻ നായരെ തീണ്ടിയാൽ നായർ ഈഴവനിട്ട് 2 തല്ല് കൊടുത്തിട്ട് പോയി കുളിക്കും. ഗുരുദേവ ശിഷ്യനായ സത്യവ്രതസ്വാമി തൻ്റെ പൂർവാശ്രമത്തിൽ, അതായത് ഗുരുവിനെ കണ്ട് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുമ്പ്, താൻ തീണ്ടലിൻ്റെ പേരിൽ അനേകം ഈഴവരെ തല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഖേദപൂർവം പറഞ്ഞിട്ടുള്ളതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്.
ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഏർപ്പാടുകളൊക്കെ നിന്നുപോയിരുന്നു. എങ്കിലും ദൂരത്തെപ്പറ്റി പറയുന്ന അവസരത്തിൽ ഒരു തീണ്ടൽപ്പാടകലെ, 2 തീണ്ടൽപ്പാടകലെ എന്നും മറ്റും കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അളവ് എത്രയാണെന്ന് നിശ്ചയമില്ല. മുറമുണ്ടാക്കുന്നത് പറയ ജാതിക്കാരാണ്. അവരെ വളരെ താഴ്ന്ന ജാതിക്കാരായിട്ടാണ് സവർണർ കരുതിയിരിക്കുന്നത്. എങ്കിലും അവരുണ്ടാക്കുന്ന മുറം ഈഴവനും നായർക്കും നമ്പൂതിരിക്കും മറ്റും ആവശ്യവുമാണ്. പറയൻ തൊട്ടതുകൊണ്ട് മുറത്തിനുണ്ടായ അശുദ്ധി മാറാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഉപാധി എന്താണെന്നോ? ആ മുറത്തിൻ്റെ വക്കത്തും മറ്റും പശുവിൻ്റെ ചാണകം പുരട്ടുക. അപ്പോൾ മുറം ശുദ്ധമാകും. ഒരു മനുഷ്യൻ തൊട്ടപ്പോൾ ഒരു വസ്തു അശുദ്ധമാകുന്നു. ആ വസ്തുവിൽ ഒരു മൃഗത്തിൻ്റെ വിസർജ്യം പുരട്ടുമ്പോൾ ശുദ്ധമാകുന്നു. എത്ര വിചിത്രമായ വിശ്വാസവും ആചാരവും! ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ വിവേകാനന്ദ സ്വാമിക്ക് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. ഈ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കാനുള്ള അവതാരമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. നമസ്കാരം.